ഹായ് ഹലോ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു കുഞ്ഞൊരു വീഡിയോ ഇടുന്നത്. ഇതൊരു നൈറ്റ് ഡ്രൈവ് നമ്മൾ പോയതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ നമ്മുടെ ഹൈലൈറ്റ് മാള്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അപ്പോൾ ഇപ്പോൾ തൃശ്ശൂരാണ് ജോലി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം സമയമാകുമ്പോൾ അവനെയും കൊണ്ട് കുറച്ച് സമയം പുറത്തോട്ടൊന്ന് പോയതാണ്. ഒന്നാമത്തെ കാര്യം എക്സാമും പിന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഫ്രീ ആയിട്ട് വിടാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഗ്ലു അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ട് നല്ല രസമായിരുന്നു. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ക്രിസ്മസിൻ്റെ തീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ലൈറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുക്കിയതൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അതിലപ്പുറമാണ് കേട്ടോ അവൻ്റെ ഓട്ടം കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെക്കോറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് രാത്രി ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ആൾ പിന്നെ അങ്ങനെ ഫോട്ടോസ് അങ്ങനെ എടുക്കാൻ നിൽക്കാറില്ല. ഇന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ട് നിർത്തിയിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ആ ഇഗ്ലുവിൻ്റെ ഉള്ളിൽ കാണുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ്, ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാനും അപ്പയും ഡുഡും കൂടിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് ചുമ്മാ ഫുഡ് കഴിക്കാനും അതിനൊക്കെ ആയിട്ട് എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ കയറി വരുന്ന കാണുമ്പോൾ എനിക്കിങ്ങനെ ജാക്ക് റോസൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നുക. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ട്രെയിനാണ് കേട്ടോ. ഒരു റൗണ്ടൊക്കെ ചുറ്റുന്നതിനൊക്കെ എത്രയാണ് എമൗണ്ടാണ്. അപ്പോൾ ജാക്ക് റോസും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ കയറി. അവർ രണ്ടുപേരും നല്ല കമ്പനി ആയതുകൊണ്ട് ഇവർ രണ്ടാളും എപ്പോഴും സയാമിസ് ഇരട്ടകളാണ്, എപ്പോഴും ഒരുമിച്ച് നടക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് സമയം നമ്മുടെ അവിടെ ഗെയിം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സംഭവം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് നമ്മൾ പൈസ അടച്ചിട്ട് അത് പോയിൻ്റ് ആകുമ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ളതിനകത്ത് കയറാൻ പറ്റും, നമ്മുടെ പോയിൻ്റ് അനുസരിച്ച്. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയത് കാർ റേസിങ്ങിൻ്റെ അവിടെയാണ് കേട്ടോ. ഇപ്പോൾ കാർ റേസിങ്, ബൈക്ക് റേസിങ് അങ്ങനത്തെ ഒക്കെ ഒരു തരം ഭ്രാന്തുള്ള കൂട്ടത്തിലാണ് ഇവരൊക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ അവന് കാർ റേസിങ്ങിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ പിന്നെ മോൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അപ്പിലില്ലല്ലോ. അപ്പോൾ കാർ റേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമൊക്കെ നമ്മുടെ പിള്ളേരുടെ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവർക്കും സന്തോഷമാണ്, നമുക്കും സന്തോഷമാണ്. അപ്പോൾ നമ്മളായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഒരുപാട് കൂടും കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ എന്താ പറയുക, കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പോയിൻ്റ് അനുസരിച്ച് ഓരോന്നിനും ഓരോ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്ത പൈസേനേക്കാളും ചിലപ്പോൾ കൂടുതലൊക്കെ ആയിരിക്കും ചില പോയിൻ്റൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ റേസിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ മോൻ്റെ കൂടെ ഇരുന്നതാണ്. അവനാണ് ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഈ സംഭവം ഭയങ്കര ഒരു തരം ക്രേസാണ്. പിന്നെ പ്രത്യേകിച്ച് പറയും വേണ്ട, ആൺപിള്ളേരായി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ അതേ റേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല രസമല്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവൻ വലുതായി കഴിഞ്ഞാലും അവൻ ഇതൊക്കെ കാണുമ്പോൾ